പ്രിയമുള്ളവരെ, ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ അത് വിശ്വസിച്ചേ പറ്റൂ. ഞാൻ മനസ്സിലാക്കേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും മൂവീസുകളൊക്കെ കാണുന്നത്, അതിലുപോലും ഈ വർഗീയത കുത്തിക്കയറ്റുന്ന വിധത്തിലുള്ള ഒരു കേരള സ്റ്റോറി പോലെയുള്ള പടങ്ങൾ ഇറങ്ങുമ്പോൾ എത്ര സങ്കടപരമായ കാര്യമാണ്. ഈ കേരള സ്റ്റോറിയുടെ ട്രെയിലർ എന്നുള്ളത് അത്രയും ആഭാസം നിറഞ്ഞതാണ്. ഈ ഒരു തീവ്ര വലതുപക്ഷ, തീവ്ര ഫാസിസ്റ്റ്, അറബോ നാസി പ്രോപഗേറ്റോ തടയേണ്ടത് നാം ഏവരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ ചിത്രീകരിക്കുകയാണ്, മരിച്ചാലും വേണ്ടിയില്ല ഞാൻ ബീഫ് കഴിക്കൂല എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി. ആ ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ചിട്ട് ഹിന്ദു പെൺകുട്ടിയുടെ കൈയും കാലും എല്ലാം പിടിച്ചു വെച്ചിട്ട് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് വായിലേക്ക് ആ ബീഫ് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് മുസ്ലിം പെൺകുട്ടികളും ഒരു പുരുഷനും. അത്രയും വർഗീയത നിറഞ്ഞതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ആ കേരള സ്റ്റോറിയുടെ പരാമർശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു മൂവിയായിട്ട് കേരളത്തിലായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാസങ്ങൾ മാത്രം പ്രായമുള്ള അരിൻഷെരിൻ എന്നറിയപ്പെടുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഈ ഒരു അടുത്ത കാലമായിട്ട് ആക്സിഡന്റിൽ മരണപ്പെട്ട് ഇപ്പോൾ 5 ആളുകളിലൂടെ ആ പെൺകുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റഹീം എന്നറിയപ്പെടുന്ന അയാൾ, അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അശ്രദ്ധ മൂലം ഒരു കുട്ടി മരണപ്പെടുകയാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ആ പരാതി അനുസരിച്ച് അദ്ദേഹത്തിന് തൂക്കിലേക്കുകയാണ്. പിന്നീട് മാതാപിതാക്കൾ വ്യക്തമാക്കി, ഒന്നെങ്കിൽ കോടിക്കണക്കിന് പൈസ ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളൊരു ഉപാധി. അങ്ങനെ കേരളത്തിലുള്ള ഒട്ടേറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കോടികൾ മാതാപിതാക്കൾക്ക് കൊടുക്കുകയും റഹീമിന് വേണ്ട രീതിയിലുള്ള സമാധാനം ആൾക്കാർ കൊടുക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കേണ്ടത്, റഹീം എന്ന യുവാവിനെ സഹായിച്ചവരിൽ ഒരു ഭാഗം മുസ്ലിങ്ങളാണ്. അങ്ങനെ ഒരു മാനവ സമുദായത്തിലൂടെ ജീവിച്ചിരിക്കുന്ന കേരളത്തെ ബേസ് ആക്കിയിട്ട് ഇങ്ങനെയുള്ള ചിത്രീകരണം നടത്തുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. നമുക്ക് നിസ്സംശയമായിട്ട് പറഞ്ഞു കഴിയും, ഈ അറബൻ നാസി പ്രൊപ്പഗേറ്റയോട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാനും മുസ്ലിം ഹിന്ദുക്കൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാനുമാണ്. എന്നാൽ ഏറ്റവും വിഷമമായത് എന്ന് വെച്ചാൽ, സ്ത്രീകൾ എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് നൽകേണ്ട ആളുകളാണ്. അപ്പോൾ അവർ പോലും വർഗീയത പെരുത്തുന്നതായിട്ടുള്ള ചിത്രീകരണമാണ് ഈ അറബൻ നാസി പ്രൊപ്പഗേറ്റോ നിർമ്മാതാക്കൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് വിവാദമെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം വിവാദത്തിന് കുറച്ച് പോസിറ്റീവ് ഉണ്ട്. ഇതൊരു വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ, ഗോഡ്സെ രാഷ്ട്രീയത്തിന്റേതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കാരണം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. ഈ ഒരു മൂവി കണ്ട് തെറ്റിദ്ധരിച്ച് കേരളത്തിലുള്ള അതുപോലെ മറ്റു സംസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെയാണോ എന്ന് പോലും കരുതിയിട്ടുണ്ടാവും. അത്രയും വർഗീയത നിറഞ്ഞ മൂവിയാണിത്. ഹിന്ദുക്കളെ പറ്റിക്കുകയും മുസ്ലിം ഹിന്ദുക്കൾക്കിടയിൽ തർക്കമുണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കുന്ന തിന്മ വാർത്താക്കളാണ് ഇവർ. ഈ ഒരു കേരള സ്റ്റോറി എന്ന ഒരു മൂവിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് എത്രത്തോളം അംഗീകാരം കൊടുത്തു എന്നുള്ളത് തെളിവാണ്. ഇപ്പോഴത്തെ ജനനായകൻ എന്ന മൂവി നിസാരമായ പേരും പറഞ്ഞ് സ്റ്റേ ചെയ്ത് വെച്ചേക്കാം. എന്നാൽ കേരള സ്റ്റോറി കേരളത്തെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന, കേരളത്തെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുന്ന, മുസ്ലിം ഹിന്ദുക്കൾക്കിടയിൽ വർഗീയത പരത്തുന്ന, മുസ്ലിം ഹിന്ദുക്കൾക്കിടയിൽ തർക്കം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള, കലാപം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഈ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ഗോഡ്സേവാദികൾ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം, കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമാണ്. കേരള സ്റ്റോറി 1 ആദ്യം ഇറങ്ങി അതിന് അവാർഡ് വരെ നൽകിയിട്ടുണ്ട്. അത്രയും വർഗീയത നിറഞ്ഞതായിട്ടുള്ള ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചു പോകുന്നത്. നാം ഭയപ്പെടണം, ആശങ്കപ്പെടണം. കാരണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടെങ്കിൽ അതിനൊരു ഭരണമാറ്റം അത്യാവശ്യമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെങ്കിലും ഈ ഒരു ഭരണം മാറ്റിപ്പിടിക്കണം. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകും. ഇങ്ങനെ വർഗീയ പരാമർശങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ നാം ചെയ്യേണ്ടത് പ്രതികരിക്കണം എന്നുള്ള ഒറ്റ കാര്യമാണ്. നമ്മൾ പറയണം, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. ഭരണഘടന അതിൽ ഒരുപാട് അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഇതിനെ തടയാൻ കഴിയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാഹുൽ ഈശ്വർ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറിവിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്റർനെറ്റിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും മറ്റുള്ളവർക്ക് എത്തിച്ച് അദ്ദേഹം മെൻ കമ്മീഷൻ വരെ കൊണ്ടുവരണം എന്ന് പ്രസ്താവിച്ച് അദ്ദേഹം ഇപ്പോൾ അതിന്റെ ചെയർമാനാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ മനസ്സിരുത്തി പ്രശസ്തി നേടിയ ആളാണ് രാഹുൽ ഈശ്വർ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനിയും ഇങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങൾ, വർഗീയ കലാപങ്ങൾ, വിദ്വേഷങ്ങൾ ഇതൊന്നും ഉണ്ടാവാതിരിക്കണം. അതിന് നാം തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ അറിയിക്കണം. അതാണ് അതിനുള്ള ഒരു പരിഹാരം എന്നുള്ളത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം.